ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പഴയ ചാനൽ ഇത് എങ്ങനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. കുറേ പേർ ഇതുപോലെ ചാനലെല്ലാം തുടങ്ങി അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ കുറച്ച് ബ്രേക്ക് എല്ലാം എടുത്ത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമെല്ലാമാണ് പിന്നീട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ചാനൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് അത് ഉപയോഗിക്കണമെന്നെല്ലാം കരുതുക. അപ്പോൾ പലർക്കുമുള്ളൊരു ഡൗട്ടാണ് ഇതുപോലെ പഴയ ചാനൽ തന്നെ യൂസ് ചെയ്യണോ അതോ പുതിയ ചാനലെല്ലാം യൂസ് ചെയ്യണോ എന്നത്. നിങ്ങൾ നല്ല ബ്രേക്ക് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചാനലെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ പലർക്കും ഈ ഒരു പഴയ ചാനലിനോട് ഒരു അറ്റാച്ച്മെൻ്റ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ഈ പഴയ ചാനൽ തന്നെ ചെയ്യണമെന്ന ആഗ്രഹമെല്ലാം ഉണ്ടാകും. അതായത് അതിലെങ്ങനെയെങ്കിലും വീഡിയോസ് എല്ലാം ചെയ്ത് ആ ഒരു ചാനൽ തന്നെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നെല്ലാം ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പഴയ ചാനലെല്ലാം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ചില മിസ്റ്റേക്കുകളെല്ലാം നമ്മുടെ ചാനലിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം. അതായത് ഇത്തരത്തിൽ പിന്നീടും ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോത്തിനെ എല്ലാം തന്നെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. എത്തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ നിഷ്, ആ ഒരു നിഷിനനുസരിച്ചുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക. കാരണം ഇത്തരത്തിൽ നിങ്ങൾ മിക്സ്ഡ് കണ്ടന്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് എല്ലാം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഈ ഒരു ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു കാര്യം അത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം വീഡിയോസ് എല്ലാം ചെയ്യാൻ. അതുപോലെ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം ചെയ്താലാണ് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. അതിനാൽ തന്നെയാണ് നമ്മൾ നമ്മുടെ നിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഗ്യാപ്പ് എല്ലാം കഴിഞ്ഞ്, അതായത് ഒരു ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ആദ്യം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അധികം വ്യൂസ് ഒന്നും നിങ്ങൾക്ക് കണ്ടുവെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് വളരെ കൺസിസ്റ്റൻ്റായി അപ്ലോഡ് ചെയ്യണം. അതായത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് ഇത്തരത്തിലൊരു ചാനലിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റമെല്ലാം കൊണ്ടുവരാൻ സാധിക്കുക. നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടു അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞെല്ലാമാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഇത്തരത്തിൽ പിന്നീടും കുറേ ബ്രേക്ക് എല്ലാം എടുക്കുകയാണെങ്കിൽ ആ ചാനൽ പിന്നീട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോവുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഡെയിലി വീഡിയോസ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കൺസിസ്റ്റൻ്റ് ആയി ഡെയിലി നിങ്ങൾ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ കുറേ വ്യൂവേഴ്സിനെ എല്ലാം ലഭിക്കാനും അതുവഴി നിങ്ങളുടെ ചാനൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നല്ല ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ക്വാളിറ്റി എന്നത്. നമ്മുടെ വീഡിയോ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴും ചെറുതായി നിങ്ങൾ അതിൽ അപ്ഗ്രേഡ് ചെയ്ത്, അതായത് നല്ല ക്വാളിറ്റി കണ്ടന്റ് എല്ലാം കൊടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇത്തരത്തിൽ നിങ്ങൾ ഒരു നല്ല കണ്ടന്റ് എല്ലാം ചെയ്തു അതിനുശേഷം കുറച്ച് നല്ല കണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ക്വാളിറ്റി കണ്ടന്റ് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഇത് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം താഴേക്ക് പോകാൻ കാരണമാകും. അതിനാൽ തന്നെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നിഷ്, അതുപോലെ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ക്വാളിറ്റി കണ്ടന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു പഴയ ചാനലിൽ വീഡിയോസ് എല്ലാം ഇട്ട് കുറച്ച് നല്ല പേഷ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ നല്ല ഗ്രോത്തിലേക്കെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്